I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ സമ്മർ ടൈമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഗാർഡനിൽ കുറച്ച് മെയിൻ്റനൻസ് പരിപാടികളൊക്കെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബോർഡറൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡ് കൺട്രോൾ ഫാബ്രിക്കൊക്കെ വെച്ചു. പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ല. അതിൻ്റെ ഇടയിൽ കൂടിയും ചെറുതായിട്ട് മൊത്തത്തില്ല. അപ്പോൾ ആദ്യത്തെ പോലെ ഭയങ്കര കാട് പിടിച്ചില്ല, എന്നാലും കുറച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മരത്തിനാണെങ്കിലും വിൻ്റർ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞു മരമാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മൾച്ചിങ് കൊടുക്കണം ഇൻസലേഷന് വേണ്ടിയിട്ട്. എന്താ പറയുക, അത് ഉണങ്ങിപ്പോവാതിരിക്കാനും. സമ്മറിലും നല്ലതാണ്, കാരണം ഭയങ്കര വെയിൽ തെളിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കാതിരിക്കാനും. കുറച്ച് എന്താ പറയുക, സമ്മർ ടൈമിൽ ഇത് കൂളാക്കി വെക്കും, വിൻ്റർ ടൈമിൽ ഇത് ഇച്ചിരി വാം ആക്കി വെക്കും. അപ്പോൾ അതിനുവേണ്ടി മൾച്ച് ചെയ്യാണ്. ഇപ്പോൾ എസെൻഷ്യലി നമ്മൾ വെച്ചിരിക്കുന്ന കിവി, ഗ്രേപ്പ്, അതിനൊക്കെ മൾച്ചിങ് മസ്റ്റാണ്. മറ്റേതിനൊക്കെ അത്ര മസ്റ്റ് അല്ലെങ്കിലും മസ്റ്റാണ്. കാരണം ഞാനിപ്പം വെച്ചിരിക്കുന്ന കുറച്ച് മരങ്ങൾക്ക് ഞാൻ വീഡ് കൺട്രോൾ ഫാബ്രിക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇൻസുലേഷൻ കുറച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യും, തണൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്ന മരങ്ങളൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതില്ലാതിരിക്കുന്ന നമ്മളുടെ മരങ്ങളൊക്കെ കുറച്ച് അൺഹെൽത്തി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി കുറച്ച് പൈൻ നഗ്ഗറ്റ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ പൈൻ ബാർക്ക് ഉണ്ടല്ലോ, അത് ഒരു വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ചെറിയ മൾച്ചസാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. മരങ്ങൾക്കൊക്കെ ചെറുതുണ്ട്, അത് പെട്ടെന്ന് ഡീകമ്പോസ് ആയിപ്പോവും. അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, ഒരു 35 to 45 മില്ലിമീറ്റർ വലിപ്പമുള്ള പൈൻ ബാക്കുകളാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതൊരു പാലറ്റിലാണ് അവർ ഡെലിവറി ചെയ്തത്. കാരണം കുറച്ച് അധികം ഉണ്ട്, ഏകദേശം ഒരു 1000 കിലോസിനടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇത്രയും സ്ഥലത്തിടുന്ന എനിക്ക് കുറച്ച് അധികം വേണം. അപ്പോൾ ഞാനത് കുറച്ച് ഇടാനും തുടങ്ങി. അപ്പോൾ ഇന്ന് രാവിലെയാണ് അവരത് ഡെലിവറി ചെയ്തത്, പാലറ്റിൽ ഡെലിവറി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഈ ബ്രിക്സ് ഉണ്ടായിരുന്നുകൊണ്ട്, നമ്മളുടെ ബ്രിക്ക് ലൈറ്റ് ആയിരുന്നതുകൊണ്ട് അവരെനിക്ക് ബാക്ക് ഗാർഡനിലേക്ക് അത് ഡെലിവറി ചെയ്ത് തന്നു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നാണെങ്കിൽ എങ്ങനെ എന്താ പറയുക, കുറുക്കൻ്റെ കല്യാണം പോലെയാണ്, വെയിൽ മഴ വെയിൽ മഴ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇത് ചെയ്യാൻ ഇറങ്ങി വന്നു. ഞാനൊരു ഒത്തിരി തുടങ്ങുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ കയറിപ്പോവും. പിന്നെ ഞാൻ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും മഴ പോവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അത് കഴിഞ്ഞ് പിന്നെയും മഴ തുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം. എന്താ ഡെലിവറി ചെയ്തിരിക്കുന്നത്, ഇതൊരു 1000 കിലോ 1 മീറ്റർ ക്യൂബാണ്. അവരുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് 2 മീറ്റർ ക്യൂബ് എന്നൊക്കെയാണ്. ഒരു 1 മീറ്റർ ക്യൂബ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതുണ്ട്. ഏകദേശം ഒരു 1000 കിലോൻ്റെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ പാലറ്റിലാണ് ഇത് വരുന്നത്. വലിയൊരു ജംബോ ബാഗിനകത്ത് ഇങ്ങനെ പാലറ്റിലാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഹാർഡ് ഫ്ലോർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് ഇതിപ്പം നമ്മളുടെ ബാക്ക് സൈഡിൽ ഉള്ള ഒരു ഗേറ്റാണത്. അപ്പോൾ ഇങ്ങനെ ഫെൻസ് പോയിട്ട് അത് ഗേറ്റാണ്. അപ്പോൾ അവിടെ ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബേസിക്കലി ഇവിടാണ് നമ്മളുടെ പൈപ്പൊക്കെ, അപ്പം ടാപ്പൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ ഇതിനകത്ത് കയറ്റി ഇവിടെ ഇട്ടിട്ട് വാഷ് ചെയ്യാനായിട്ടാണ് അവർ, നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് സ്ലാബുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെടികൾ വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഷെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കിടക്കുകയാണ്, ഈ കോൺക്രീറ്റ് സ്ലാബ്സ് ഇല്ല. അപ്പോൾ എനിക്കിനി ഈ പൊട്ടിയ കോൺക്രീറ്റ് സ്ലാബെല്ലാം മാറ്റി ആക്ച്വലി ഇവിടെ കോൺക്രീറ്റ് ബേസ് ചെയ്യണോ എന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്ലാബ് റീഇൻസ്റ്റോൾ ചെയ്താൽ അതെയോ കോൺക്രീറ്റ് തന്നെ ഇട്ടിട്ട് ഒരു ഗാർഡൻ ഷെഡ് ഇവിടെ ചെറുതായിട്ട് നമുക്ക് പണിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് അവരെന്തായാലും ഇങ്ങനെ ബാക്ക് ഗാർഡനിലേക്ക് അവരിതിങ്ങനെ ഡെലിവറി ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് സുഖമായി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയൊരു ബക്കറ്റുണ്ട്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിലകത്ത് എടുത്തിട്ടാണ്, ഇവിടെ ആകെ റബിഷായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മളിവിടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ടാറും കുറച്ച് കുപ്പിച്ചില്ലും അങ്ങനെ കുറേ മരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പെട്ടികളിലാക്കി ഓരോരോ പ്രാവശ്യങ്ങളായിട്ട് നമ്മളതിനെ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്.
കൗൺസിലിൻ്റെ എവിടെ ഒരെണ്ണം നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്ന സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഓരോ മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. ഇതാണ് നമ്മളുടെ ഗ്രേപ്സ്. ഇതിപ്പം കുറച്ചധികം പൊക്കം വെച്ച് വന്നപ്പോൾ ഒരു ഇത്രയും പൊക്കമേ ഉണ്ടായുള്ളൂ ഏകദേശം. അപ്പോൾ ഇത്രയും അത് കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് കിവിയാണ്. അപ്പോൾ കിവിക്കൊക്കെ എസ്പെഷ്യലി മൾച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ കാണുന്നത് ലീവ്സാണ്, ഇലകളാണ്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കോണിഫർ ഉണ്ട്. ഇതൊക്കെ കാണാവോ, വലിയ കോണിഫർ ട്രീസ് ഉണ്ട്. ഒരു 10-12 എണ്ണം ഉണ്ട് ബാക്കിൽ. അപ്പോൾ അതിൻ്റെ അടി മുഴുവൻ അതിൻ്റെ ഉണങ്ങിയ ഇല വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിന്ന് എടുത്തിട്ട് അതൊന്ന് ബേസ് ഇടും. പിന്നെ ഇതിനെ ഒത്തിരി മുട്ടിച്ച് നമ്മൾ ഇടാൻ പാടില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ഇതെന്ത് മരമായിരുന്നു, ഈ മരത്തിൻ്റെ ഇവർ മുറിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഇതിന് വല്ല അസുഖം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ചൊന്ന് അകത്തിയിട്ട് വേണം ഇതിനെ ഇടാനായിട്ട്. അപ്പം ആ പോർഷനിലേക്ക് ഞാൻ ഇത്തിരി കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഇലയിടും. ആദ്യം ഞാൻ ആ ഇലയാണ് ഇട്ടിരിക്കുന്നത്. അതിന് മുകളിലാണ് ഞാൻ ഈ മൾച്ച് ഇങ്ങനെ എന്താ പറയുക, ഈ പൈൻ നഗറ്റ്സ്, ബാർക്ക് നഗറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്, പൈൻ ബാർക്ക് നഗറ്റ്സ്. അപ്പം അതിനെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് ഞാൻ ഇട്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഓറഞ്ചാണ്. ഇത് ഹാർഡി ഓറഞ്ച് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ല ഇത് വിൻ്ററിൽ നമ്മൾ പ്രശ്നമാവുമോ എന്നുള്ളത്. കാരണം ഇവിടെ ഫ്രോസ്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഈ തണുപ്പിനേക്കാൾ ഈ ഫ്രോസ്റ്റാണ് ഈ മരമെല്ലാം ചത്തുപോകാൻ ചാൻസ്. നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് ഹോർട്ടിക്കൾച്ചർ ഫ്ലീസ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മതിയാവുമായിരിക്കും. ഇടണോ വേണ്ടിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇടാനായിട്ട് അറ്റ്ലീസ്റ്റ് ഇത് ഇച്ചിരിയും കൂടെ ഒക്കെ വലുതാവുന്നത് വരെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിന് അത്യാവശ്യം പൊക്കം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ ഡെലിവറി ചെയ്യാനുള്ള സൗകര്യത്തിന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മരത്തിന് അത്യാവശ്യം 1-2 വർഷം പഴക്കമുള്ളതാണ്. ഇതിന് ഞാൻ ഇത്തിരി ചേർത്തായിട്ടിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പുല്ല് ഞാൻ ഔട്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ചേർത്തിട്ടിരിക്കുന്ന സാധനം എന്താണെന്നറിയോ, അത് നമ്മളുടെ നീം കേക്ക് ഉണ്ടല്ലോ, നീം കേക്ക്, അതാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഉറുമ്പ് ശല്യവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റേ വുഡ് ലൈസും ഉറുമ്പും ഒക്കെ ഉണ്ട്. ഭയങ്കര ഇതായതുകൊണ്ട് ഒത്തിരി. അപ്പോൾ ഏറ്റവും ശല്യം എന്ന് പറയുന്നത് ഈ ഏഫിഡ്സ് ആണ്. കണ്ടോ, നിറച്ച് ഏഫിഡ്സ് ആണ് ഇതിൻ്റെ ഇലയിലൊക്കെ. ഈ ഏഫിഡ്സിനെ അപ്പം ഞാനിതിനെ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നീം ഓയിൽ സ്പ്രേ ചെയ്തു. അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചത്തു വെക്കോളും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇതിൽ കണ്ടോ ബ്ലാക്ക് ഫ്ലൈ, അതുപോലെ തന്നെ ഈ ഏഫിഡ്സൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ഈ നീം ഓയിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമില്ലാതിരിക്കുന്നത്. ഇപ്പം ആപ്പിളിനാണ് എനിക്ക് ഏറ്റവും, ഓറഞ്ചിനും ഉണ്ടായിരുന്നു, പക്ഷെ ആപ്പിളിനായിരുന്നു ഏറ്റവും ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വേറൊരു ആപ്പിളുണ്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പൈഡർ മിറ്റ്സും ഒക്കെ പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ് മുതൽ സമ്മർ ടൈമിൽ ഇതിൻ്റെ ഭയങ്കരമായ ശല്യമാണ് ഇങ്ങനത്തെ ക്ഷുദ്രജീവികളുടെ. അപ്പം നമുക്ക് ആ സമയത്ത് ഈ ഉറുമ്പിന് ഒക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് നീം കേക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ കുറച്ച് ചേർത്ത് നീം കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നീം കേക്ക് അല്ലെങ്കിൽ നീം പെല്ലറ്റ്സ്, ഇതിങ്ങനെ നീം കേക്കും നീം പെല്ലറ്റ്സ് ഒക്കെ വാങ്ങി കിട്ടും. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിന് ഭയങ്കര വിലക്കുറവാണ്. ഇവിടെ അത്യാവശ്യം വില ഉണ്ട് ഇതിന്, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 2ാമത്തെ ആപ്പിൾ. ഇതിൻ്റെ അടിയിൽ മുഴുവൻ ഇതുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഈ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതുണ്ടോ ഇങ്ങനെ വെളുത്ത് നിൽക്കുന്നുണ്ടോ, ഇതിലിങ്ങനെ പിടിക്കുമ്പോൾ വരും ഉണ്ടോ. ഇത് ഈ വെയിൽ കുറഞ്ഞിട്ട് തണുപ്പൊക്കെ കൂടുതൽ വരുമ്പോൾ, മഴയൊക്കെ കൂടുതൽ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇവിടെ ഇതിൽ നിറച്ച് ഈ ഇല മുഴുവൻ ഇങ്ങനെ വളഞ്ഞ് പോകുന്നത്, ഈ ലീഫ് കേളിങ് വരുന്നത് ഏഫിഡ്സിൻ്റെ ശല്യം കൊണ്ടാണ്. ഞാൻ കുറേ ഇല ഭയങ്കരമായിട്ടുണ്ടായിരുന്നതിനെല്ലാം പറിച്ച് കളഞ്ഞായിരുന്നു. ഇതുണ്ടോ, ഇത് പിന്നെയും വരുന്നുണ്ട് പയ്യെ. ഞാനൊരു ഈ നമ്മളുടെ ലേഡി ബേർഡാണ് ഇത് കേട്ടോ. ലേഡി ബേർഡ് വന്നു കഴിഞ്ഞാൽ ഈ ഏഫിഡ്സിനെ മുഴുവൻ തിന്നും. ഇത് ലേഡി ബേർഡ് ആണ് ആക്ച്വലി ഏഫിഡ്സിൻ്റെ നാച്ചുറൽ പ്രെഡേറ്റർ. അപ്പോൾ ഈ ഉറുമ്പിന് ഈ ഏഫിഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏഫിഡ്സ് ഈ ഇലയുടെ സത്തൊക്കെ സക്ക് ചെയ്തെടുത്തിട്ട് മധുരമുള്ള ഒരു തരം കണ്ട ഗ്രീൻ കളറിൽ മധുരമുള്ള ഒരു തരം ഒരു സെക്രീഷൻ അതുണ്ടാക്കും. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉറുമ്പ് കൊണ്ടുവന്ന് വളർത്തുന്നതാണ്
ഏഫിഡ്സിനെ. അത് മാത്രമല്ല ഇത് ആക്ച്വലി ഈ ലേഡി ബേർഡ് ഉണ്ടല്ലോ, ഈ ലേഡി ബേർഡ് ഇതിൻ്റെ പ്രെഡേറ്റർ ആയതുകൊണ്ട് തന്നെ ഉറുമ്പ് ഇതിനെ അറ്റാക്ക് ചെയ്ത് കൊന്നുകളയും. എന്താല്ലേ ഇതുണ്ടോ. ഇതിലെല്ലാം നിറച്ച് ഈ സാധനം പൗഡറി മിൽഡ്യൂ വരുന്നുണ്ട്. നമ്മളിത് കുറച്ചും കൂടെ, ഇതിനൊന്നും ആക്ച്വലി ഇല്ലാതിരുന്നിരുന്നതാണ്. ഇപ്പോൾ ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു പെയറിന് മാത്രമേ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിനും നമ്മൾ കൊടുക്കണം. നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, കണ്ടിച്ച് കളയാന്നുള്ളതാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണിത്. പ്ലമ്മിന് വലിയ പ്രശ്നമില്ല, ഇവിടെ പെയറിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ നീം പല്ലറ്റ്സ് ഇട്ടതിന് ശേഷം ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ നീമിൻ്റെ ഇതും ഉണ്ടോ, ഇതുണ്ടോ. അപ്പോൾ ഈ നീമിൻ്റെ കേക്കും അതിൻ്റെ ഓയിലും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഫംഗസ് ആണല്ലോ, അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെയറിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആപ്പിളിന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആപ്പിളിൽ ഭയങ്കരമായിട്ട് ഏഫിഡ്സും ഉണ്ട്. നോക്കി ഇവിടെ എല്ലാം ഇനി മുളച്ചിടണം. മറ്റേ പൈൻ നഗറ്റ്സ് ഇടണം. ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ചുരുണ്ട് 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 പോകുന്നത് ഈ ഇതിൻ്റെ ശല്യം കാരണം. അതിൻ്റെ പുറത്ത് പുല്ലും പിന്നെ ഞാനിതാ ഈ മൾച്ച് പൈൻ ബാഗ് നഗറ്റ്സ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതിങ്ങനെ ഇട്ട് തുടങ്ങി, ഇതിൻ്റെ പുല്ലിട്ടപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നനഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഓടി കയറിപ്പോയി. ഇപ്പോൾ മഴ കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ, ഇങ്ങനെയാണ് ഇവിടെ പൈൻ നഗറ്റ്സ് കിട്ടുക. അത് കുറച്ച് വലുതാണ്, കണ്ടോ, ഓരോന്നും വലിയ സൈസ് ഉണ്ട്. ഇതെല്ലാം ചെറുതാണ്. നമുക്കിവിടെ ഏകദേശം ഇവിടെ B&Qയിലും അങ്ങനത്തെ ഗാർഡൻ സെൻറ്ററിലൊക്കെ കിട്ടുന്ന കുറച്ചുകൂടെ ചെറുതാണ്. ഒരു 5 മില്ലിമീറ്റർ to 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ചെറുതാകുമ്പോൾ കുറച്ചുകൂടെ ഗ്രൗണ്ട് കവർ കൂടുതൽ കിട്ടും. വലുതാകുമ്പോൾ ഗ്രൗണ്ട് കവർ കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ കുറച്ച് പുല്ലും കൂടി ഇടുന്നത്. ആദ്യം പുല്ലല്ലല്ലോ ഞാൻ ഇട്ടിരിക്കുന്ന ഇല, ഉണങ്ങിയ ഇല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ നമ്മൾ ഇടണം. അപ്പോൾ എനിക്ക് വലിയൊരു ഏരിയ കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇച്ചിരി ലുബ്ധിച്ചിടുന്നത്. ഇവിടെ ഇങ്ങനെ വലിയൊരു ഏരിയ എനിക്ക് കവർ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ഈ വീറ്റ് കൺട്രോൾ ഫാബ്രിക് ഇട്ടിട്ട് പോലും അത് മാറിയെടുത്തും അല്ലാതെയൊക്കെ ആയിട്ട് ഒത്തിരി വരുന്നുണ്ട്. ഇതിൽ വെട്ടം ഇതിൻ്റെ അടിയിലേക്ക് അരിച്ചിറങ്ങുന്നുള്ളത് കൊണ്ടാണ്. ഇവിടേക്ക് എനിക്ക് കുറച്ചധികം ഇടാനുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഇത്ര കുറച്ചിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ എന്താ പറയുക, ഇതിനെ മരങ്ങളൊക്കെ വളർത്താനായിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ വളർത്താം, ഇതെങ്ങനെ വിൻ്ററിൽ ഫ്രോസ്റ്റ് വരുമ്പോൾ ചത്തുപോകാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ചൊരു ഫ്രോസ്റ്റ് ത്രെറ്റുള്ള മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ നമ്മൾ ഹോർട്ടിക്കൾച്ചർ ഫ്രീസ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇൻഡോർ എടുത്ത് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ ബൈ. I hear the sounds of your heart